സോ ഗൈസ് ഐഫോൺ 12 നോ പവറായിട്ട് വന്നതാണ്. ചാർജിങ്ങിൽ കുത്തിയിടുമ്പോൾ ആംബിയർ ഒന്നും എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ഓപ്പൺ ചെയ്ത് DC-യിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഷോട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ തെർമൽ യൂസ് ചെയ്ത് ഷോട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹീറ്റ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ബോർഡ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നോക്കണം. ഇൻറ്റേർണലിയാണ് ഷോട്ട് കാണിക്കുന്നത്. ബോർഡ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ തന്നെയാണ് ഷോട്ട്. നമുക്ക് ഇനിയും തെർമലിൽ ചെക്ക് ചെയ്ത് നോക്കാം. തെർമലിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിലൊരു കമ്പോണൻറ്റ് ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ചാർജിങ് ഏരിയ അടുത്ത് തന്നെയുള്ളൊരു കപ്പാസിറ്ററാണ് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. നമുക്കപ്പോൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം പുതിയൊരെണ്ണം റീപ്ലേസ് ചെയ്യണം. പുതിയ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യാനായിട്ട് സെയിം വാല്യൂവിൻ്റെ കപ്പാസിറ്റർ നമുക്ക് ഉക്സിഞ്ചി യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. ഉക്സിഞ്ചിയിൽ ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമുക്ക് സ്കീമാറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെർച്ച് ഫോർ സെയിം കപ്പാസിറ്റർ റെസിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വാല്യൂ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഡോണർ ബോർഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിലെവിടെയാണ് ഈ കമ്പോണൻറ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ എക്സസിൻ്റെ ബോർഡായിരുന്നു. അതിൽ ഈ ഒരു കപ്പാസിറ്ററാണ് നമുക്കിപ്പം സെയിം വാല്യൂ ഉള്ളത് കിട്ടിയിരിക്കുന്നത്. നമുക്കപ്പോൾ അത് നേരെ അതിലേക്ക് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്തതിന് ശേഷം DC-യിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിനി ലെയർ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ റീബോൾ ചെയ്ത് റീഫിക്സ് ചെയ്യാം. അപ്പോൾ റീബോളിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബോർഡിൽ നേരെ റീകോമ്പിനേഷൻ ചെയ്തതിന് ശേഷം ഡിവൈസ് നേരെ നമുക്ക് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവൈസ് ചാർജിങ്ങിൽ കണക്ട് ചെയ്യണം. നമ്മൾ ഷോർട്ടായിട്ട് ഓഫായി കഴിഞ്ഞാൽ ബാറ്ററി കട്ട് ഓഫ് ആകുന്നതായിരിക്കും. ചാർജിങ്ങിൽ കുത്തിയാൽ മാത്രമേ ഡിവൈസ് ഓണായി വരികയുള്ളൂ. അപ്പോൾ ഡിവൈസ് ഓണായി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ഫംഗ്ഷനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവൈസ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.